ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നടന്ന പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഭരണപരമായ നടപടിയാണ്. അതിപ്പോൾ മാത്രമല്ല, ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും 100 കണക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണവും നിർദ്ദേശമൊക്കെ ഉള്ള സ്ഥിതിക്ക് കോർപ്പറേഷൻ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യണം. ഇത് സ്ഥിരമുള്ളതാണ്. CPM-ൻ്റെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് നിരവധി FIR-കൾ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയും കോൺഗ്രസ് DCC പ്രസിഡന്റിനെതിരെയും ഉണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേക്കും ചില സമയത്തൊക്കെ ഇതിൻ്റെ പ്രശ്നം നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവരോട് അവർ തന്നെയാണ് ഈ രാത്രിയൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രവർത്തകർ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഫ്ലക്സ് പ്രിൻ്റ് ചെയ്യുന്നവർ എന്നെ കൊണ്ട് വയ്ക്കാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പലപ്പോഴും സംഭവിക്കുന്നത്. ഞാനിത് പ്രാക്ടിക്കലി ഫേസ് ചെയ്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ പാർട്ടി പ്രവർത്തകരൊക്കെ വരുമ്പോഴേക്കും മാധ്യമങ്ങൾ വന്നത് എടുത്ത് വാർത്തയാക്കി കഴിഞ്ഞിരിക്കും. BJPയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ബോർഡുകൾ അങ്ങനെ രാവിലെ ഫുട്പാത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകർ ബന്ധപ്പെട്ട് പരമാവധി അത് നീക്കം ചെയ്തിരുന്നു. അന്ന് ഒരു പകൽ മാറ്റാൻ പറ്റാത്ത ചില ബോർഡുകൾ ചില സ്ഥലത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് മാധ്യമങ്ങളെടുത്ത് വാർത്ത കൊടുത്ത്, സോഷ്യൽ മീഡിയ വാർത്ത കൊടുത്ത് ജില്ലാ അധ്യക്ഷൻ അതറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ആ തിരക്കിനിടയിലും പരമാവധി ബോർഡുകളൊക്കെ തന്നെ അവിടെ നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1-1.5 മണിക്ക് കേസ് വീണ്ടും ഹൈക്കോടതി വെച്ചിരുന്നു. ആ സമയത്തുള്ളൊരു ഭരണപരമായ നടപടിയാണത്. അതിൻ്റെ രീതിക്ക് ഇല്ല. അന്ന് എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മറ്റു 2 പരിപാടികൾ എത്താൻ സാധിക്കില്ല. അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. എയർപോർട്ടിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹനം വരുമ്പോഴേക്കും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? പ്രധാനമന്ത്രിയുടെ വാഹനം, അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, അത് മിനിമം ഒരു 15 വാഹനങ്ങൾ കാണും. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനം, ഈ ബോംബ് സ്ക്വാഡൊക്കെ ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ അനുസരിച്ച് അടുത്ത ഗവർണറാണ്. ഗവർണറുടെ സുരക്ഷാ വാഹനം ഒരു 10 വാഹനം അതുണ്ടാകും. അത് കഴിഞ്ഞാൽ അടുത്ത വാഹനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാണും. മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം മിനിമം ഒരു 15 മുതൽ 20 വരെ വാഹനങ്ങൾ, സുരക്ഷാ വാഹനങ്ങളുണ്ടാവും. ഇനി ഞാൻ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ മേയറുടെ വാഹനം വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും സുരക്ഷാ വാഹനത്തിൻ്റെ, അതായത് ആംബുലൻസ് കഴിഞ്ഞിട്ട്, മോട്ടോർ കേഡിൽ ആംബുലൻസ് കഴിഞ്ഞിട്ടാണ് മേയർക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ് ഏകദേശം ഒരു 40ാമത്തെ വാഹനമായിട്ടായിരിക്കും മേയറുടെ വാഹനം വരുന്നത്. അതിനർത്ഥം പ്രധാനമന്ത്രി ഓവർബ്രിഡ്ജിൽ റോഡ് ഷോയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും മേയർ നിൽക്കുന്നത് PMG-യിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് വാഹനം വിടുകയില്ല. അപ്പോൾ PMG മുതൽ പുത്തരിക്കണ്ടം വരെ ഞാൻ നടന്നു പോകേണ്ടി വരും. പിന്നെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വേദിയിൽ കയറി കഴിഞ്ഞാൽ മറ്റാരെയും വേദിയിൽ കയറ്റുകയില്ല. അപ്പോൾ എനിക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പുത്തരിക്കണ്ടത്തിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ PMG-യിൽ നിന്ന് മൊബൈലിൽ കാണേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ 2ാമത്തെ പരിപാടി BJPയുടെ രാഷ്ട്രീയ പരിപാടിയായിരുന്നു. BJPക്കും മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടുതൽ കാര്യങ്ങൾ ഗുണപ്പെടുന്നത് പ്രധാനമന്ത്രിയോടൊപ്പം 2-2.5 മണിക്കൂർ പുത്തരിക്കണ്ടത്തിലെ വേദിയിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. അങ്ങനെ തലേ ദിവസം പാർട്ടിയുടെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്ത് ഞാനുമായി മേയറുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് മേയർ പ്രധാനമന്ത്രിയെ പുത്തരിക്കണ്ടത്ത് മൈതാനം സ്വീകരിക്കാം. MP ശശി തരൂരിൻ്റെ പേരും ഇവിടുത്തെ ലിസ്റ്റിലായിരുന്നു, എയർപോർട്ടിലില്ല. കാരണം എന്താണ്? MP എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. തലേദിവസം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയും എയർപോർട്ടിൽ പോയാൽ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. അങ്ങനെ പുത്തരിക്കണ്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേരവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പുത്തരിക്കണ്ടത്തെത്താൻ പറ്റില്ല. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജിയും പോയില്ല. മേയർ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. പക്ഷേ ഇതിൽ മന്ത്രി ശിവൻകുട്ടി പറയുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ, ഈ പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയോ രാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ 3ാമത് സ്വീകരിക്കേണ്ട ആളും മേയറാണ് എന്നുള്ളതാണ്. അത് പാലിച്ചില്ല എന്നുള്ളത് ശിവൻകുട്ടി പറയുന്നത്. അല്ല, BJP മേയർ വന്നിട്ടും അത് പാലിച്ചില്ല. അല്ല, ഞാൻ മേയറായതിനു ശേഷം അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന, ഞാൻ ഒരു പ്രസ്താവനയും പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് പ്രസ്ഥാനം നടത്താനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൂടെ. പിന്നെ അല്ല, പ്രോട്ടോക്കോളൊക്കെ നിയമസഭയിലെ പ്രോട്ടോക്കോൾ, പഴയ പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? അല്ല, പ്രോട്ടോക്കോള് ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നടന്ന പ്രോട്ടോക്കോളൊക്കെ ഞാൻ പറയണോ? ഞാനത് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ്. അതായത് ഞാൻ മേയർ അയച്ചിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നല്ലോ. അത് നമുക്ക് ആ തരത്തിൽ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൂടെ അദ്ദേഹം പറയട്ടെ. ഞാൻ കാണുന്നുണ്ട് അടുത്ത ദിവസം അദ്ദേഹത്തെ.